കെ.സി. വേണുഗോപാലിന്റെ സീറ്റ് കച്ചവടത്തിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു കരിക്കുകൂടി ദൃശ്യത്തിന് സമാനമായിട്ടുള്ള കിടപ്പറയിൽ നിന്ന് മഹിളാ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ചിത്രവും ഒപ്പം കൈ നിറച്ച് പണവും. അതും കെ.സി. വേണുഗോപാൽ തനിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിച്ചു എന്ന പരാതി ഉയർത്തിയ അതേ സ്ത്രീ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ ദൃശ്യം ചില യാഥാർത്ഥ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയേ. കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് വരെ ചെന്ന് കയറാൻ ഇപ്പോൾ പറ്റാത്ത ഒരിടമാണ്. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലേക്കാണ് കോഴ വാങ്ങി തനിക്ക് സീറ്റ് നിഷേധിച്ചു അല്ലെങ്കിൽ തന്നെ സീറ്റ് നൽകാതെ പറ്റിച്ചു എന്ന് ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിൽ അദ്ദേഹം കയ്യിൽ ഒരു കെട്ട് നോട്ടുമായി നിൽപ്പുണ്ട്. ഇത് സീറ്റിന് വേണ്ടി തന്റെ കൈവശത്ത് നിന്ന് കൈപ്പറ്റിയ പണമെന്നാണ് പരാതിക്കാരിയായിട്ടുള്ള മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ ഈ ചിത്രം പുറത്തുവിട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹരിയാനയിലുള്ള കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇനിയിപ്പോ CPM എങ്ങാനും കൊണ്ടുവന്നു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം CPMന് ഹരിയാനയിൽ വലിയ ബന്ധമില്ല. കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാൽ വിഹരിക്കുന്നത് കണ്ടിട്ട് തൊട്ടു മുന്നേ നടന്ന ഇലക്ഷൻ ഹരിയാനയിലായപ്പോൾ അവിടെ പറ്റിക്കപ്പെട്ട സുചിത്ര എന്ന മഹിളാ കോൺഗ്രസ് നേതാവാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാലിന്റെ തന്നെ ജന്മനാട്ടിൽ ഈ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ കോഴ ഇടപാടിന്റെ ദൃശ്യം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഒരു കാര്യം നോക്കണേ, ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കെ.സി. വേണുഗോപാലായിട്ട് ജനിക്കണം. കാര്യം സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളിൽ നിന്ന് പണവും കിട്ടും, ഒപ്പം തന്നെ ആ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി BJPയിൽ നിന്ന് പണം വാങ്ങും, അല്ലെങ്കിൽ BJPക്ക് ജയിച്ചു വരുന്നവരെ വിൽക്കാൻ വേണ്ടി ഇദ്ദേഹം തന്നെ ഡീൽ ഉറപ്പിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം. എങ്ങനെ വീണാലും കെ.സി. വേണുഗോപാൽ എന്ന AICC കുശ്നിക്കാരന് ഇഷ്ടം പോലെ പണം. ഇതെന്തേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതായി മാറുന്നു? കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM നേതാവാണ് സീറ്റ് കച്ചവടത്തിന്റെ പേരിൽ ഇങ്ങനെ പണം വാങ്ങി നിൽക്കുന്നതിന്റെ ദൃശ്യം പുറത്തു വരുമ്പോൾ വാർത്താ ആഘോഷം നടക്കേണ്ടിടത്ത് ഇപ്പോ വലിയ ആവേശമോ ആഘോഷമോ ഇല്ല. കെ.സി. വേണുഗോപാൽ മുതലാളിമാർക്കെല്ലാം ഈ വാങ്ങിയ പണത്തിന്റെ ഒരു വിഹിതം അവർക്ക് മാസപ്പടി കൊടുക്കുന്നത് കൊണ്ട് അത്തരം വാർത്തകൾക്ക് നേരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. പരാതിക്കാരിയായ സുചിത്രയ്ക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാന മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ഓഫർ ചെയ്തിരുന്നു, അതും നടന്നില്ല. അപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നത്. നേരത്തെ സുചിത്രയ്ക്ക് ഹരിയാന തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകി പണം വാങ്ങിച്ചതിന് ശേഷം അത് നൽകാതിരുന്നു. ഈ സീറ്റിന് വേണ്ടിയാണ് വീട്ടിൽ ചെന്ന് കെ.സി. വേണുഗോപാലിന് പണം കൈമാറിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബാവൽ നിയമസഭാ മണ്ഡലം ഓഫർ ചെയ്താണ് കോടികൾ കൈക്കൂലി വാങ്ങിയത്. അതിൽ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു AICC അംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഈ നാട്ടിൽ ഭരണമില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ കോൺഗ്രസ്സുകാരെ പറ്റിച്ചും വെട്ടിച്ചും ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതിന്റെ തെളിവടക്കം പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഞെട്ടുന്നില്ലെങ്കിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ടയെന്നും അവരുടെ വാർത്ത എന്തെന്നും നാട്ടുകാർക്ക് തന്നെ വിലയിരുത്താൻ പറ്റുന്ന ഞെട്ടിക്കുന്ന തെളിവാണ് പുറത്തു വന്നിട്ടുള്ളത്.